വെൽക്കം ടു ഇവാസൻസ് ഡേയ്സ്. ഇന്ന് നമുക്ക് അടിപൊളി ഒരു മാംഗോ ജ്യൂസ് തയ്യാറാക്കാം. കസ്റ്റേർഡ് വെച്ചിട്ടാണ് നമ്മൾ മാംഗോ ജ്യൂസ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി നമുക്ക് ആദ്യമായിട്ട് ഒരു പഴുത്ത മാങ്ങ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെക്കാം. എന്നിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വെക്കാം. ഇതിനു വേണ്ടി നമുക്ക് മാംഗോ ഫ്ലേവറുള്ള കസ്റ്റേർഡ് പൗഡർ തന്നെ വേണം. എന്നാൽ അതിൻ്റെ ഒരു രണ്ടും കൂടെ മാച്ചാവുള്ളൂ. കസ്റ്റേർഡ് പൗഡർ നമ്മൾ നോർമൽ രീതിയിൽ തന്നെ തണുത്ത പാലിൽ കുറച്ച് പൊടിയിട്ട് കലക്കിയിട്ട് അത് നമ്മൾ ഒന്ന് കുറുക്കിയെടുക്കുക. ആവശ്യത്തിന് പഞ്ചസാര ഉപയോഗിക്കുക. കുറുക്കിയെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടി പിടിക്കാതെ നോക്കണം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്തായാലും മാറും. ഇത് പുഡിങ്ങിൻ്റെ പോലെ കട്ടിയൊന്നും ആവശ്യമില്ല. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന കുറുക്കിൻ്റെ പോലെ ഒരു പരുവം കിട്ടിയാൽ മതി. ഇത് കുറുകി വന്ന ശേഷം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് പുറത്ത് വെച്ച് തണുത്തതിന് ശേഷം കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കണം. ആദ്യം നമ്മൾ മാംഗോ മിക്സിലേക്ക് ഇടുക. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഉപയോഗിക്കുക. പിന്നെ നമ്മൾ തണുപ്പിച്ച കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതിൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, വേറെ കൂടുതലൊന്നും ചേർക്കുന്നില്ല. ആദ്യം ഉണ്ടാക്കി വെച്ച കസ്റ്റേർഡും മാംഗോയും കൂടി അടിച്ചെടുക്കുക. കൂടുതൽ നേരം അടിച്ചെടുത്താൽ മാംഗോയും കസ്റ്റേർഡും കൂടെ പതഞ്ഞ് വരും. ജ്യൂസ് ഡെക്കറേഷൻ ചെയ്യാനും ചെറിയ പീസുകളാക്കാം. ജ്യൂസ് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ കട്ടിയിൽ തന്നെ വേണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ മുറിച്ച് വെച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ച് മാംഗോയുടെ പീസുകൾ ഇട്ട് കൊടുക്കുക. അവസാനമായിട്ട് നമുക്ക് കുറച്ച് അണ്ടിയും മുന്തിരിയും മേലെ ഇട്ട് കൊടുക്കാം. അത് ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു രസമാണ്. മാംഗോ കസ്റ്റേർഡ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം.